കൊച്ചിയിലെ അന്തർ സംസ്ഥാന മോഷണ സംഘം പിടിയിലായതിന് പിന്നാലെ തമിഴ്നാട് പോലീസ് കേരളത്തിലെത്തിയിട്ടുണ്ട്. 3 പേർ അടങ്ങിയ ഒരു സംഘമാണ് ഇപ്പോൾ കൊച്ചി പരങ്ങാട് പോലീസ് സ്റ്റേഷനിലെത്തിയത്. അവർ ഈ പ്രതികളെ ചോദ്യം ചെയ്യുന്നുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആൻമരിയ വിവരങ്ങളുമായി ടെലിഫോണിൽ ചേരുന്നു. ആൻമരിയ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ 3 പ്രതികളെയും കസ്റ്റഡിയിലെത്തിയിരിക്കുന്ന പനങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്കാണ് അല്പസമയങ്ങൾക്ക് മുൻപ് തമിഴ്നാട് പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ അവരെ അവിടെ ചോദ്യം ചെയ്യുകയാണ്. ഈ ചോദ്യം ചെയ്യൽ ഇന്ന് രാവിലെ മുതൽ തന്നെ, ഈ പ്രതികളെ പിടികൂടിയതിനു ശേഷം മുതൽ തന്നെ വലിയ തരത്തിലുള്ള ചോദ്യം ചെയ്യൽ തുടരുകയായിരുന്നു. ഈ ചോദ്യം ചെയ്യൽ നിർണായകമായിട്ടുള്ള പല സംഭവങ്ങളും അല്ലെങ്കിൽ ഇവർ നടത്തിയിരിക്കുന്ന പല കേസുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് തമിഴ്നാട് പോലീസ് കേരളത്തിൽ എത്തുമെന്നുള്ള കാര്യം നേരത്തെ മുതൽ തന്നെ നമുക്ക് ലഭിച്ചിരുന്ന വിവരം കൂടിയാണ്. നാളെയാണ് ഈ പ്രതികളെ റിമാൻഡിൽ വാങ്ങുന്നത്. കോടതിയിൽ ഹാജരാക്കി നാളെയാണ് റിമാൻഡിൽ വാങ്ങുന്നത്. ഇതിനിടയിലാണ് തമിഴ്നാട് പോലീസ് ഇപ്പോൾ പനങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നത്. കേസ് വിവരങ്ങൾ കൈമാറും. അതിനുശേഷം ഇരുകൂട്ടരും കേരള പോലീസും അതോടൊപ്പം തന്നെ തമിഴ്നാട് പോലീസും ഒരുമിച്ചിരുന്നായിരിക്കും ഈ പ്രതികളെ ചോദ്യം ചെയ്യുന്നത്. അതിനുശേഷമായിരിക്കും കൂടുതൽ വിവരങ്ങൾ, ഈ പ്രതികളിൽ നിന്ന് ഇനിയും കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഈ കാർ എവിടെയാണ് ഉപേക്ഷിച്ചത് എന്നതടക്കമുള്ള വിവരങ്ങൾ ഈ പ്രതികളിൽ നിന്നും കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. കാർ ഉപേക്ഷിച്ചു എന്നുള്ള വിവരം പോലീസിനോട് നേരത്തെ തന്നെ പ്രതികൾ സമ്മതിച്ചിട്ടുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ ഇനി കണ്ടെത്തേണ്ടത് കാർ എവിടെയാണ് ഉപേക്ഷിച്ചിരിക്കുന്നത് എന്നാണ് ഇനി കണ്ടെത്തേണ്ടതായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തമിഴ്നാട് പോലീസും കേരള പോലീസും ഒരുമിച്ചിരുത്തി ഇവരെ ചോദ്യം ചെയ്യും. പിന്നീട് തമിഴ്നാട് പോലീസിന് കൈമാറുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ് ചെറിയ തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നത്. അതിൽ കേരള പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: നാളെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കും, റിമാൻഡ് ആവശ്യപ്പെടും. റിമാൻഡ് ചെയ്തതിനു ശേഷം തമിഴ്നാട് പോലീസിന് അപേക്ഷ സമർപ്പിക്കാം. അതിനുശേഷമായിരിക്കും തമിഴ്നാട് പോലീസിന് കൈമാറുന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുകയുള്ളൂ, അല്ലെങ്കിൽ തമിഴ്നാട് പോലീസിന് കൈമാറുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ചോദ്യം ചെയ്യൽ ഇപ്പോൾ തുടരുകയാണ്. നാളെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. അതിനു മുമ്പ് കൃത്യമായ തെളിവുകളോടുകൂടി തന്നെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. ഓക്കെ, താങ്ക് യു ആൻമരിയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും രാജസ്ഥാനിലെ തിരുടികൾ നമ്മുടെ പനങ്ങാട് പോലീസ് സ്റ്റേഷനിലുണ്ട്. അവർ ചോദ്യം ചെയ്ത് കൂടുതൽ അവർ നടത്തിയ വീരസാഹസിക മോഷണങ്ങളും ഒക്കെ തന്നെ വ്യക്തമാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.